എന്റെ പൊന്നു നമ്മളെ അവിടെ തന്നെ നില്ലേ, എന്നെ ഇട്ട് ഓടിക്കരുത്. അവിടെ നില്ല, മണ്ടൂരി പിടിതാ. ഒരു പാവം പൂജാരിയുടെ ജീവൻ നിന്റെ മാക്കിലാണ്. അയ്യോ ചാടി. ആണ്ട കുളിക്കാൻ കയറി. വെള്ളം കണ്ടാ പിന്നെ തനി തവളയുടെ സ്വഭാവം എടുക്കും. എടീ കൂപ മണ്ടൂകവേ, നിന്റെ തനി സ്വരൂപം ഞാൻ മാത്രമല്ല നാട്ടുകാരെയും കാണിക്കും. ഇനി വാ. അവളെ ഇങ്ങനെയും കഴിയോ? ക്ഷമിക്കണം തമ്പുരാട്ടി, അങ്ങനെ പറയരുത്. എനിക്ക് ഒരു അസുഖം തിരുമേനി തെറ്റിദ്ധരിച്ചിരിക്കുന്നു. കുളിമുറി കയറിയ ദിവ്യ തവളെ പിടിക്കാൻ ഞാൻ നോക്കിയതാ. പെണ്ണുങ്ങളുടെ കുളിമുറിയിലെ തവളപ്പിടുത്തം. അയ്യോ, ഈ തമ്പുരാട്ടി പറഞ്ഞാ മനസ്സിലാവും. എനിക്ക് മനസ്സിലായി. എന്നെ തല്ലി കൊണ്ടാലും ശരി, ഞാൻ ലക്ഷ്യം തെളിയിക്കും. ഇവിടെ വാ. ഗൗരി, എന്താ ഇത്? ആരെങ്കിലും കാണില്ലേ? ആരും കാണാതിരിക്കാനല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. കെട്ടിക്കൊണ്ടുവന്ന ഞാനാണെങ്കിലും നീ എനിക്ക് കൈവിട്ട് പോകുമോന്ന ഇപ്പൊ എന്റെ പേടി. ആ മണ്ടൻ ഋഷികേശൻ നമ്പൂരി അങ്ങനെ വിശ്വസിച്ചു എന്ന് വെച്ച് നീ അവിടെ താളത്തിനൊത്ത് തുള്ളുവാണോ? ഇപ്പൊ കുറ്റം എനിക്കായോ? ആരൊക്കെയായിട്ടാ ഞാൻ ഇവിടെ കഴിയേണ്ടത്? ആണ്ടിപ്പെട്ടിയുടെ മോളോ അതോ ശിവകാമിയുടെ മോളോ? ദേ, ഈ ചുറ്റിക്കളിയൊന്നും എനിക്ക് പിടിക്കണില്ല കേട്ടോ. ഒരു കണക്കിന് നോക്കിയാ ഇങ്ങനെ ഒരു ചുറ്റിക്കളി ഒത്തുകിട്ടിയ നല്ലതാ. അല്ലാതെ ഞാൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണാണെന്ന് പറഞ്ഞാ ആ നിമിഷം എല്ലാരും കൂടെ നിന്നെ അടിച്ച് പുറത്താക്കും. എന്റെ ലക്ഷ്യം നിറവേറുന്നവരെ ഈ ചുറ്റിക്കളി ഇങ്ങനെ നടക്കട്ടെ. അതുവരെ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇടക്കാല ആശ്വാസം ഒത്തു കിട്ടിയാ മതിയേ. രാത്രി കുളക്കടവിൽ നിനക്കെന്താടി കാര്യം? പറയാൻ. അത് ഈ കുട്ടിക്ക് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ പൂജയ്ക്ക് വന്ന പൂജാരിയോട് ഇവൾക്ക് എന്താ പറയാനുള്ളത്? എന്നോട് പറയട്ടെ, ഞാൻ കേട്ടോളാം. ഗൗരി പൊയ്ക്കോളൂ. പിന്നെ പറയാം. പറ, എന്താ നിന്റെ ഉദ്ദേശം? ആണ്ടിപ്പെട്ടിയുടെ മകളായി വന്ന് കയറിയത് ഇവിടുത്തെ ആണുങ്ങളെ ശൃംഗരിച്ച് പാട്ടിലാക്കാനാണോ? ഒന്നും മനസ്സിലാക്കിക്കോ നീ. ഇവിടെ പൂജയ്ക്ക് വന്ന പൂജാരി മാത്രമല്ല ഗൗരി, എന്റെ വേളി മുറക്കാരനും കൂടിയാ. ഗൗരിയുടെ മേൽ അവകാശം എനിക്ക് മാത്രമുള്ളതാണ്. ഇനി അങ്ങനെ വല്ല മോഹവും നിന്റെ മനസ്സിൽ ഉദിച്ചിട്ടുണ്ടെങ്കിൽ ആണ്ടിപ്പെട്ടിയായാലും മകളായാലും ഇവിടുത്തെ പടിക്ക് പുറത്തായിരിക്കും സ്ഥാനം. ഓർത്തോ? അയ്യപ്പൻകുട്ടി, 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 അല്ലേ വേണ്ട, ആണ്ടിപ്പെട്ടി മതി. കള്ളി വിളിച്ചിട്ടാക്കി തരാം. കള്ളിയോ? എന്ത് കള്ളി? അവളവിടെ നിൽപ്പുണ്ട്. ആ കോലായിൽ നിന്ന് മുടി ചെയ്യിക്കൊണ്ടിരിക്കുന്നു. അവളാണ് ഇന്നലെ മതിലിടിച്ചത്. എന്റെ ദൈവമേ, ഗൗരിദാസനെ പിച്ചിട്ട് ചോര കുടിക്കുന്നതിന് മുമ്പ് നമുക്ക് വിവരം എല്ലാവരും അറിയിക്കണം. സംശയമുണ്ട്. ഇതിനെ പിടിച്ച് നോക്ക്. അയ്യോ, അതിനെ കളയരുത്. ഇപ്പൊ തപ്പി പിടിച്ചതേ ഉള്ളൂ. അവളെ അയാൾ വീണ്ടും എടുത്ത് കൈ തരും. വാ. അയ്യോ, കെട്ടിപ്പോയി. ഇനി നിനക്ക് രക്ഷപ്പെടാനാവില്ല. നിലയിലുള്ളതെ ഈ തണലത്ത് വിശ്രമിച്ച് വാവനേട്ടം പുറപ്പിച്ചു തരാം. നിനക്കിനി ജോലി വരാൻ പോകുന്നേ ഉള്ളൂ മോളെ. മലർന്ന് വെട്ടി. അയ്യോ, വെട്ടരുത്. പകരം നീ ഞെട്ടാൻ തയ്യാറായിക്കോ. അവളുടെ വിശ്വരൂപം ഞാൻ നിനക്ക് കാണിച്ചു തരാം. വാടാ. ഒരിക്കൽ ഞാൻ നിന്നോടൊക്കെ പറഞ്ഞപ്പോ നീയൊക്കെ ചിരിച്ച് പുച്ഛിച്ച് തള്ളി. നോക്കിയോ കണ്ടുറാണി, ഇനി വാ. വാമനേട്ടന്റെ കൈ വന്നത് കണ്ടില്ലേ? കെട്ടി. നീ ദിവ്യ തവളെ പിടിച്ചോണ്ട് നോക്ക്. അപ്പ കാണാം വിശ്വരൂപം. അയ്യോ, നീ മെലിഞ്ഞ. അയ്യോ, സീമന്തിനി, നീ എന്തായി കാണിക്കുന്നത്? ആരുടെയെങ്കിലും കണ്ണിപ്പെട്ട എന്താ സ്ഥിതി? ആ ഋഷികേശൻ നമ്പൂരിയുടെ കണ്ണിൽ നീ അയാളുടെ മോളാ, ചുറ്റുമുള്ളവരുടെ കണ്ണിൽ ആ അണ്ടിമാലയുടെ മോളും. നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? പേടിയാവുന്നല്ലോ. കുളക്കടവിൽ വെച്ച ആ പെണ്ണ് നീ ആരാ ഇവിടത്തെന്നും ഇയാളുമായി എന്താ ബന്ധമൊന്നും ചോദിച്ചപ്പോ എന്താ മറുപടി പറയാഞ്ഞത്? അവൾ എന്തൊക്കെ പറഞ്ഞാലും നീ വേണം അഡ്ജസ്റ്റ് ചെയ്യാൻ. ഞാൻ ഇവിടെ പിടിച്ചു തൂങ്ങി നിൽക്കുന്ന കാര്യം നിനക്കും അറിയാവുന്നല്ലേ? അവളെ കുറിച്ച് പറയുമ്പോ
എന്താ ഒരു ഇഷ്ടപ്പെടായിക? അന്ന് അവിടെ വെച്ച് കണ്ട പൊട്ടി പെണ്ണല്ലോ നീ ഇപ്പൊ. കഴുത്തേലൊരു മാലയിട്ട എന്റെ അധികാരമാണോ? അധികാരം ഉണ്ടെന്ന് കൂട്ടിക്കോ. അതുകൊണ്ടല്ലേ കൂടെ ഓടിപ്പോന്നത്. ഇതെല്ലാം എന്റേതാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാ പിന്നെ ഇല്ലത്തെ ആചാരപ്രകാരം നിന്നെ ഞാൻ വേളി കഴിക്കും. അതുവരെ ഒന്ന് സഹിച്ചേ പറ്റൂ. ഓക്കെ? എന്റേത് മാത്രമാണ് നിങ്ങൾ. എന്റേത് മാത്രം. ഇനി ഞാൻ വിടില്ല. കഴുത്ത് വേദനിക്കുന്നു. സീമന്തി വിടടാ, മാറി നിൽക്കടാ. നിന്റെ കൈ കൈക്കരു തലന്ത വന്നതോട് വേണ്ട. മാറടാ, അകത്തൊരുത്ത ഒളിച്ചിരിപ്പുണ്ട്. ഇറക്കിക്കൊണ്ട് പോടാ. എനിക്ക് കാണേണ്ടത് അവനെയാ. വിടാനല്ല പറഞ്ഞേ. തമ്പുരാക്കന്മാർക്ക് എന്നെ മനസ്സിലായോ? അനന്ത പത്മനാഭൻ പൂജയ്ക്ക് വന്നൊരു തിരുമേനിയില്ല ഇവിടെ, ഗൗരീദാസൻ. അവന്റെ പെങ്ങക്ക് പുട കൊടുത്തവനാ ഞാൻ. ആ ഇടപാടിൽ ചില്ലറ കണക്കുകൾ തീർക്കാനുണ്ട്. അതങ്ങ് തീർത്തിട്ട് ഞാൻ പൊക്കോളാം. വിളിച്ചറക്കുന്നോ അതോ ഞാൻ അകത്തേക്ക് വരണോ? എത്തിയല്ലോ അളിയൻ. പന്നിയൂർ ക്ഷേത്രത്തിലെ കീഴ്ശാന്തി ഇപ്പോ സൂര്യമംഗലം മനയിൽ സുഖവാസത്തിലാണെന്ന് അറിഞ്ഞു. പൂജയും മന്ത്രവും മാത്രമല്ല വേറെയും ചില ചുറ്റിക്കളികളുണ്ടെന്നും കേട്ടു. അനന്ത, കുഴപ്പമുണ്ടാക്കരുത്. എടാ, നീ എന്താ പറഞ്ഞത്? തറവാട്ടി കയറ്റാൻ കൊള്ളാത്തവനാണ് ഞാനെന്ന്. ഇല്ലത്ത് കയറിയാൽ കാല് തല്ലി പിടിക്കുന്നു. അനന്ത വേണ്ട, വിട്. അനന്ത, നമുക്ക് സംസാരിക്കാം. അനന്ത വേണ്ടെന്ന് പറഞ്ഞില്ലേ? ധർമ്മക്കെട്ട് നടത്താൻ പോലും ഗതിയില്ലാതെ മൂത്ത് നരച്ചിരുന്ന പെങ്ങളെ 3 കൊല്ലം പൊറുപ്പിച്ചെന്റെ കൂലിയാടാ ഞാൻ ചോദിച്ചത്. അന്ന് നീ പറഞ്ഞു ഈ സൂര്യമംഗലത്തെ ബ്രഹ്മദത്തൻ നമ്പൂരിയുടെ മകനാണ് നീയെങ്കിൽ ഒടുങ്ങാത്ത എന്റെ ബാധ്യത തീർക്കുമെന്ന്. ദാ ഇവരോടും കൂടി വിളിച്ചു പറ, പൂജയും മന്ത്രവും എന്നൊക്കെ പറഞ്ഞ് ഇതിനകത്ത് കടന്നുകൂടിയത് നിന്റെ തന്ത ബ്രഹ്മദത്തന്റെ പേരുള്ള അവകാശം സ്ഥാപിക്കാനാണെന്ന്. എന്ന് ചോദിക്കടാ, അനന്തരാവകാശിയായിട്ട് സ്വീകരിക്കാൻ തയ്യാറാണോ എന്ന്. എങ്കിൽ എനിക്ക് കിട്ടാനുള്ളത് നിങ്ങൾ വാങ്ങിച്ചിട്ടാ. അതും അല്ലെങ്കിൽ വേറെയും വകുപ്പുണ്ട് എനിക്ക്. കൂടെ പൊറപ്പിക്കാൻ കുഞ്ഞുമങ്ങളെ ചോദിച്ചപ്പോഴേ നിനക്ക് ചൊറിഞ്ഞത്. പകരം കൊണ്ടുപോയാൽ ആരും തടയാത്തൊന്നുണ്ടൂടെ. നീ വിളിച്ചു കയറ്റിക്കൊണ്ടുവന്ന സൂര്യമംഗലത്തെ സന്തതിയല്ലാത്ത ഇവളെ ഞാൻ കൊണ്ടുപോവുക. ഈ കേട്ടത് സത്യമാണോ? ബ്രഹ്മദത്തന്റെ മകനാണോ നീ? പറയാൻ. അതെ, സത്യമാണ്. ബ്രഹ്മദത്തൻ നമ്പൂരിയുടെ മകൻ തന്നെയാണ് ഞാൻ. വണ്ടി മുറ്റത്തുനിന്ന് അമ്മയുടെ കൈപിടിച്ചിറങ്ങി പോകുമ്പോൾ ഇനി ഒരിക്കലും ഈ പടി ചവിട്ടാനാകുമെന്ന് കരുതിയതല്ല. അവകാശം സ്ഥാപിക്കാനല്ല വന്നത്. ഒരു നിമിത്തം പോലെ വീണ്ടും ഇവിടേക്ക് വന്ന് കയറിയപ്പോൾ മനസ്സിലൊരാഗ്രഹം തോന്നി. ഒരിക്കലും തോർന്നിട്ടില്ലാത്ത എന്റെ അമ്മയുടെ കണ്ണീരിനൊരു അവസാനം ഉണ്ടാകാൻ അച്ഛൻ ഉറങ്ങുന്ന ഈ മണ്ണിൽ നിന്നും ഒരു പിടി മണ്ണെങ്കിലും സ്വന്തമാക്കണമെന്ന്. എന്തിനാ ഇയാൾ തല്ലിക്കൊല്ലുന്നത്? ഇയാൾ പറഞ്ഞതൊക്കെ നുണയെന്ന് കരുതിട്ടോ? അതോ അവകാശം കൊടുക്കേണ്ടി വരുന്ന ഭയം കൊണ്ടോ? ബ്രഹ്മദത്തൻ നമ്പൂരിയുടെ മകനാണ് ഇയാളെങ്കിൽ സൂര്യമംഗലത്ത് ഒരു അവകാശം ഇയാൾക്കുണ്ട്. പക്ഷെ അത് കൊടുക്കാനുള്ള അധികാരം വല്യമാവനില്ലെന്ന് മാത്രം. പണ്ട് മുതൽക്കേ സൂര്യമംഗലത്തെ കാരണവന്മാർ പാലിച്ചു പോകുന്ന ഒരു കീഴ്വഴക്കമുണ്ട്. വല്യമാവൻ അത് അറിയില്ലെന്നുണ്ടോ? സൂര്യമംഗലത്തെ പ്രധാന അവകാശം തലമുറയിലെ ആദ്യ പെൺസന്തതിക്കാം. അങ്ങനെ വരുമ്പോ മരിച്ചുപോയ സുഭദ്ര പേരമ്മയ്ക്ക് ശേഷം ഞാനല്ലേ വല്യമാമ പുതിയ അവകാശി? മരിക്കും മുമ്പ് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്, ബ്രഹ്മദത്തിന് ഒരു മകനുണ്ടെന്നും പടിയിറക്കി വിട്ടില്ലായിരുന്നെങ്കിൽ മുറപ്രകാരം അവനാ നിനക്ക് വേലിക്കാരനാവേണ്ടതെന്നും. ഇവിടെയും ഒരു തീരുമാനം എടുക്കുക ഞാൻ. അവകാശം മാത്രമല്ല നൽകുന്നത്, ഈ അനു വേലി കഴിക്കുന്നതും ഇയാളെ തന്നെയായിരിക്കും. ആ വാതിലടയ്ക്ക്. കോലത്തറക്കാവിലെ ഇന്നത്തെ കളരിക്ക് കാളിയപ്പം പോണില്ല. ഇവിടെ ഉണ്ടാവണം. മറ്റാരുണ്ടാവാനും പാടില്ല. എന്താ അങ്ങനെ? എല്ലാരും ഉറങ്ങിക്കഴിയുമ്പോ നിന്നെ കൊണ്ടൊരു കാര്യമുണ്ട് എനിക്ക്. ആ ഗൗരീദാസന്റെ കഥ കഴിക്കണം. തന്തയെ ചവിട്ടിത്താഴ്ത്തി അതേ കുളത്തിൽ തന്നെ അവനെയും കെട്ടിത്താഴ്ത്തണം. ചെയ്യുന്നത് നീയാവരുത്. ശരി. ശ്രമം പാളിപ്പോയാൽ സംശയം എന്റെ നേർക്കാവും. നാളെ നേരം പുലരുമ്പോ അവനുണ്ടാവരുത്.